നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ചൊക്രമുടി ഉൾപ്പെടെയുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് CPIക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം കെ ശിവരാമൻ. റവന്യൂ മന്ത്രിക്കെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിന്റെ 7 അയലത്തെത്തില്ല. ചൊക്രമുടിയിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും കെ ശിവരാമൻ. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലയിലെ ഉൾനാടുകളിൽ നിന്ന് പ്രധാന റോഡുകളിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഗതാഗത സൗകര്യം ഉറപ്പാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി താലൂക്ക് ഓണം ഫെയറിന് കട്ടപ്പന പീപ്പിൾസ് ബസാറിൽ തുടക്കമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലം സന്ദർശിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് മന്ത്രി. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം എന്ന പ്രതിപക്ഷ ആരോപണം തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പഞ്ചായത്തിൽ ഭരണസ്തംഭനമുണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് UDF അംഗങ്ങൾ നടത്തുന്നതെന്നും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. ചൊക്രമുടി ഉൾപ്പെടെയുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് CPIക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം കെ ശിവരാമൻ. അത് CPI ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ചൊക്രമുടി വിഷയത്തിൽ കൃത്യമായി റവന്യൂ മന്ത്രി ഇടപെട്ടു. റവന്യൂ മന്ത്രിക്കെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിന്റെ 7 അയലത്ത് എത്തില്ല. ചൊക്രമുടിയിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നത്. ജില്ലയിൽ 100 കണക്കിന് ഏക്കർ കയ്യേറിയ ആൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ചൊക്രമുടിയിൽ എത്തിയിരുന്നു. CPIക്ക് കയ്യേറ്റവുമായി ഒരു ബന്ധവുമില്ലെന്നും കെ ശിവരാമൻ തൊടുപുഴയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുൻ KPCC പ്രസിഡന്റ് ഏറ്റവും ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല വന്നു. അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് എന്തോന്നാണ്, മന്ത്രി രാജനെ പ്രതികൂട്ടിലാക്കിയാണ്. ചെന്നിത്തല നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു മന്ത്രിയായിരുന്നു. ആ വകുപ്പുകളെല്ലാം പരമ ഭംഗിയായിട്ട് നടന്നിരുന്നു. അവിടെ എന്തെങ്കിലും ക്രമക്കേട് കൊണ്ടാൽ അദ്ദേഹം അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം, ഭരണപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. കയ്യേറ്റക്കാരനെ കൂടെ നിർത്തിക്കൊണ്ടായിരുന്നല്ലോ അദ്ദേഹം പ്രസംഗിച്ചതവിടെ. നിങ്ങളുടെ സത്യത്തിൽ ആരെല്ലാം കൂടെ ഉണ്ടെന്ന്. 100 കണക്കിന് ഏക്കർ കൈവശപ്പെടുത്തിയിരിക്കുന്ന കോൺഗ്രസ് നേതാവ് കൂടെ ഉണ്ടായിരുന്നു. മൂന്നാറിലെ CPI ഓഫീസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വില്ലേജ് ഓഫീസ് ഇപ്പോൾ ഉണ്ട്. പോയിട്ടുണ്ടോ? ആ വില്ലേജ് ഓഫീസ് റിസോർട്ടായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവ് കയ്യേറി അവിടെ റിസോർട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റെടുത്ത് സർക്കാർ ഭൂമി അത് ഏറ്റെടുത്ത് വില്ലേജ് ഓഫീസാക്കി മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പം ജില്ലയിൽ എവിടെയും കയ്യേറ്റത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാടുള്ള പാർട്ടിയാണ് CPI. അത് ഇന്നോ ഇന്നലെയുള്ള നിലപാടല്ല. ഞങ്ങൾ എക്കാലത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന നിലപാട് അത് തന്നെയാണ്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ചൊക്രമുടി പക്ഷേ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ചൊക്രമുടി വിഷയം റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ മന്ത്രി ഇടപെടുകയും അന്വേഷിക്കാൻ വേണ്ടി കളക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അടുത്ത ദിവസം കിട്ടും. ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം സമഗ്രമായ വിശദമായ ഒരു അന്വേഷണം വേണ്ടി വരുമെങ്കിൽ അത്തരം ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്യും. അപ്പോൾ ആ കാര്യത്തിൽ വേറെ യാതൊരു ആശങ്കയുടെ കാര്യമില്ല. CPIയുടെ കൈകൾ സംശുദ്ധമാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണോ? എല്ലാ കാലവും CPIയുടെ കൈകൾ 100% സംശുദ്ധമാണ്. അതെനിക്ക് ഉറപ്പിച്ച് പറയുന്നത്. വലിയ തോതിലുള്ള ആരോപണം ചൊക്രമുടി വിഷയത്തിൽ CPIക്കെതിരെയാണ് വിവിധ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അത് ഈ കയ്യേറ്റക്കാരൻ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഏറ്റുപറയുന്ന ജോലി അവിടെ ചില ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് തന്നെ മാധ്യമങ്ങൾ, പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ, അവരെ ഇതൊരു ആയുധമാക്കി മാറ്റുന്നു. വസ്തുതകൾ തിരിച്ചറിയുകയല്ല ചെയ്യുന്നത്. ചൊക്രമുടിയിലെ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ. കാരണം അതുപോലെ പരിസ്ഥിതിയിലെ പ്രദേശത്ത് വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇത്തരം നിർമ്മാണങ്ങൾ നടന്നപ്പോൾ അത് തടയുകയും അവരുടെ പേരിൽ കേസെടുക്കുകയും ചെയ്യേണ്ടതാണ്. അതിനൊരു ഗവൺമെൻറ് ഇടപെടൽ വരുന്നിടം വരെ കാത്തുനിന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ജില്ലയിലെ ഉൾനാടുകളിൽ നിന്ന് പ്രധാന റോഡുകളിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഗതാഗത സൗകര്യം ഉറപ്പാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനകീയ സദസ്സ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഇതുവരെ പൊതു സ്വകാര്യ ഗതാഗത സൗകര്യം എത്തിയിട്ടില്ലാത്ത എന്നാൽ റോഡ് സൗകര്യവും ജനസാന്ദ്രതയുമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ബസ് റൂട്ടുകൾ ഏർപ്പെടുത്തണം. ഇതിനായി പൊതു സ്വകാര്യ മേഖലകൾ ഒരുമിച്ച് നിൽക്കണം. ലാഭം മാത്രം നോക്കി ബസ് റൂട്ടുകൾ നിശ്ചയിക്കാൻ കഴിയില്ല. സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. നിലവിലെ ബസ് റൂട്ടുകൾ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യമാകും വിധം ക്രമീകരിക്കണം. പ്രാദേശിക സർവീസുകളുടെ എണ്ണം പൊതു സ്വകാര്യ മേഖലകൾ വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ ഒക്കെ എടുക്കുന്നതിനേക്കാൾ ഈ റൂട്ടുകൾക്കുള്ള പ്രാധാന്യം സ്വകാര്യ ബസ്സിലെയും നിലവിലോടുന്ന KSRTC ബസ്സിൻ്റെയൊക്കെ സമയവും കാര്യം എല്ലാം പരിശോധിക്കേണ്ടി വരും. എന്നാൽ അതേസമയം ഇത് രണ്ടും ബാധകമില്ലാത്ത കുറേ പ്രദേശമുണ്ട്. വണ്ടി ഇതുവരെ ചെല്ലാത്ത സ്ഥലങ്ങൾ ഇതുവരെ വേറെ ഉണ്ട്. അവിടെ ഇതൊന്നും ബാധകമല്ല, കാര്യം വണ്ടി ഇതുവരെ ചെന്നിട്ടേ ഇല്ല. ഇതുവരെ വണ്ടി ചെന്നിട്ടില്ലാത്ത എന്നാൽ ആൾക്കാർ കൂടുതൽ താമസമുള്ള റോഡ് ആക്സിഡൻറ്റ് ഇപ്പം നിലവിൽ റോഡിന് നല്ല സൗകര്യമുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് റോഡ് പോലും ആയി 8-10 വർഷമായിട്ടും അതിന് വണ്ടി വളർത്താൻ കിടപ്പുണ്ട്. 10 വർഷമായിട്ട് PW റോഡുകളാണ്. അങ്ങനെയുള്ള റോഡുകൾ പുതിയ സർവീസ് ആരംഭിക്കുന്നതിന് ഇത് ഓവർലാപ്പോ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ പരിഗണിച്ചുകൊണ്ട് സമ്പൂർണ്ണമായും നമ്മുടെ മേഖലയിൽ പൊതുജന ഗതാഗതത്തിന് ആവശ്യമായ സൗകര്യം ഒരുക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ളൊരു പദ്ധതിയാണ് ഇതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരേണ്ടത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുടെ പ്രതിനിധികൾ, വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, പൊതുജനങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ലഭിച്ച അപേക്ഷകൾ മോട്ടോർ വാഹന വകുപ്പ് ശുപാർശയായി സർക്കാരിന്റെ ഉത്തരവിനായി നൽകും. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ PM ഷബീർ, KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ S മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി താലൂക്ക് ഓണം ഫെയറിന് കട്ടപ്പന പീപ്പിൾസ് ബസാറിൽ തുടക്കമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലം സന്ദർശിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. 13 സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെ 200-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവാണ് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ നൽകുന്നത്. നെയ്യ്, തേൻ, കറിമസാലകൾ, മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ, ഫ്ലോർ ക്ലീനറുകൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 45% വരെ വിലക്കുറവും പ്രത്യേകം ഓഫറുകളും നൽകുന്നുണ്ട്. ജില്ലാ ഫെയറിൽ ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറി സ്റ്റാളും പ്രവർത്തിക്കുന്നുണ്ട്. സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക വിലക്കുറവും കോംബോ ഓഫറുകളും നൽകുന്നുണ്ട്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ താലൂക്ക് ഓണം ഫെയറിൽ സന്ദർശനം നടത്തി. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ 14 വരെ രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ പ്രവർത്തിക്കുക. നെടുങ്കണ്ടം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, അടിമാലി പീപ്പിൾസ് ബസാർ, വണ്ടിപ്പെരിയാർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ താലൂക്ക് ഓണം ഫെയറുകളും തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ജില്ലാ ഓണം ഫെയറും പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം എന്ന പ്രതിപക്ഷ ആരോപണം തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിൽ ഭരണസ്തംഭനമുണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് UDF അംഗങ്ങൾ നടത്തുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം എന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസമായിരുന്നു UDF അംഗങ്ങൾ രംഗത്ത് വന്നത്. വിവിധ ആരോപണങ്ങളായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ മുമ്പോട്ട് വച്ചത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്തിൽ ഭരണസ്തംഭനമുണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് UDF അംഗങ്ങൾ നടത്തുന്നതെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ഭരണസ്തംഭനം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢ ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടാണ് UDF മെമ്പർമാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. തികച്ചും ജനകീയമായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് വിജയത്തിലാണ് എന്നുള്ളൊരു പ്രചരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ എല്ലാ കാലത്തെക്കാട്ടിലും കൂടുതൽ ഓരോ വാർഡിലേക്ക് 36 സ്ട്രീറ്റ് ലൈറ്റ് വീതം നമ്മൾ കൊടുക്കുകയുണ്ടായി. അതിന് ഒരു 32 ലക്ഷം രൂപ വഴിയിരുത്തുകയും ഈ പ്രാവശ്യം പദ്ധതി വിഹിതമായിട്ട് നമ്മൾ 14 ലക്ഷം രൂപ അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്കായിട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ അടുത്ത ഒരു ആക്ഷേപം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീന്തൽക്കുളമായിരുന്നു.
ശരിയാണ്, 9-ാം വാർഡിൽ ഒരു നീന്തൽക്കുളം കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ആ നീന്തൽക്കുളം കരാറെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ UDF-ന്റെ അംഗമായ ഒരു മെമ്പറാണ്. അപ്പം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടി അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തണം, പ്രവർത്തനം ശരിയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയും അതിൻ്റെ മുന്നോടിയായിട്ട് അവർക്ക് കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ തെരുവ് വിളക്കുകൾ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഭരണസമിതിയാണ്. പഞ്ചായത്തിലെ വിവിധ ജോലികൾ ടെൻഡർ എടുത്തിരിക്കുന്ന അടിമാലി കേന്ദ്രീകരിച്ചുള്ള സൊസൈറ്റി സമയബന്ധിതമായി ജോലികൾ പൂർത്തീകരിക്കുന്നില്ല. നാളിതുവരെ 255 ഗുണഭോക്താക്കൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകിയിട്ടുണ്ട്. മുതുവാൻകുടിയിലെ നീന്തൽക്കുളത്തിന്റെ അപാകത പരിഹരിക്കുന്നതിന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. 2021-22 വർഷത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ലഭിച്ചത് ഭരണ മികവിനുള്ള അംഗീകാരമാണെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ രാജയോഗ ധ്യാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. നിർമ്മല സിറ്റിയിൽ പണികഴിപ്പിച്ച ബ്രഹ്മകുമാരി മന്ദിരത്തിന്റെ പ്രവേശന ചടങ്ങിന് ശേഷം വെള്ളിയാങ്കുടി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മല സിറ്റിയിൽ നിർമ്മാണം പൂർത്തിയായ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ രാജയോഗ ധ്യാന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ഗ്രഹപ്രവേശ ചടങ്ങുകൾക്ക് ശേഷം വെള്ളിയാങ്കുടി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ച് നടന്ന വിശ്വശാന്തി മഹോത്സവവും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സത്യം, അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചെടുക്കുന്ന തെറ്റുകൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ ആത്മീയ ചൈതന്യം ഉയർന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാമെങ്കിൽ ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. ക്രിസ്തുമതം എന്നെ പഠിപ്പിക്കുന്നത് എല്ലാവരോടും സമൂഹത്തിൽ ജീവിക്കുക, ഈശോയുടെ സ്നേഹത്തിൽ വർദ്ധിക്കുക, ആ സ്നേഹം പകർന്നു കൊടുക്കുക, ആ സ്നേഹത്തിൽ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക, ക്രൈസ്തവ വിശ്വാസത്തിൽ ആണിക്കലായ ക്രിസ്തു നൽകിയ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് ശരിയല്ല. ഇത് തന്നെയാണ് ഓരോ മതങ്ങളും പ്രാധാന്യത്തിൽ നമുക്ക് നൽകുന്നത്. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു, ഇവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത് ബ്രഹ്മകുമാരീസിൻ്റെ ഈ ധ്യാന കേന്ദ്രം. നമുക്ക് ആധ്യാത്മികമായ നവീകരണത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ടെൻഷൻസ് ഉണ്ടാവും. ആന്തരികമായ ടെൻഷൻ ഉണ്ടാകും, ബാഹ്യമായ ഭൗതികമായ മാറ്റം ഉണ്ടാകും. അതിൽ ധ്യാനത്തിന് ഒരു വലിയ പങ്കുണ്ട്. മനസ്സിനെ സ്വസ്ഥമാക്കുക, നല്ല ജാഗ്രതയിൽ ഇരിക്കുക, നമ്മളെ ചിന്തിപ്പിക്കുക, ആ ചിന്താശീലം വളർത്തിയെടുക്കുകയും ജാഗ്രത വളർത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് സ്വസ്ഥതയിലേക്ക് മാറാൻ കഴിയുന്ന ഒരു രീതി അവലംബിക്കാനായിട്ട് ശ്രമിക്കും. ആ ധ്യാന തപസ്യ രൂപപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തെമ്പാടും നടക്കുന്ന വലിയ പ്രവർത്തികളാണ്. സ്ത്രീകൾ തന്നെയാണ് ഇതിൻ്റെ നേതൃത്വം. സ്ത്രീകൾ നേതൃത്വം വഹിക്കുന്ന ഇത്രയും വലിയ സംഘടന എന്ന് പറയുമ്പോൾ അതിനതിൻ്റെതായ മഹത്തായ ഒരു പാരമ്പര്യ ചരിത്രമുണ്ട്. ബ്രഹ്മകുമാരി സോണൽ ഡയറക്ടർ രാജയോഗിനി ബീന ബെഹൻജി അധ്യക്ഷയായിരുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, NSS ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ, SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ, സരസ്വതി വിദ്യാപീഠം സ്കൂൾ ചെയർമാൻ ശ്രീനഗരി രാജൻ, SNDP യോഗം വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, വാർഡ് കൗൺസിലർ ജൂലി റോയി, മഹീന്ദ്ര ഹൊറൈസൺ ഗ്രൂപ്പ് ജില്ലാ ജനറൽ മാനേജർ പവിത്രൻ വി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജില്ലയിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ശ്രേഷ്ഠകർമ്മ പുരസ്കാരം നൽകി ആദരിച്ചു. സിസ്റ്റർ S സുജാത, BK അരവിന്ദാക്ഷൻ, BK കൃഷ്ണകുമാർ, BK അശോക് പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. മിഷൻ 2025ന്റെ ഭാഗമായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം AK മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വല വിജയം നേടുന്നതിനും തെരഞ്ഞെടുത്ത പ്രവർത്തകരെ ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചത്. KPCC എക്സിക്യൂട്ടീവ് അംഗം AK മണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടാണ് ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ളതിപ്പോൾ ഇല്ല, തീർന്നു. അവിടെ എവിടെയാ ചിട്ട ഉള്ളത് എന്ന് ചോദിച്ചാലില്ല, നത്തിങ്. അവിടെ സമൂഹം നശിപ്പിക്കാനായിട്ട് എന്തെല്ലാം മാർഗമുണ്ടോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി, ഒരു ഭരണമായി ഇന്ന് കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്. കേന്ദ്രത്തെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇന്ത്യ കണ്ട ഏറ്റവും മോശപ്പെട്ട ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റാണ് ഇന്ന് നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും. കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ഒരു സർക്കാർ, ഒരു ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ഞാനും 10-15 പ്രാവശ്യം, ഒരു 3 പ്രാവശ്യം 15 വർഷമായി നിയമസഭയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്.
പ്രതിപക്ഷത്തിലുണ്ടായിരുന്നു, ഭരണകക്ഷിയിലുണ്ടായിരുന്നു. പക്ഷേ ഈ തരത്തിൽ മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും ആ ഗവൺമെന്റ് കാലത്തില്ല. അത് കഴിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു പാർട്ടിയും ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ ആവശ്യമുണ്ടോ? കേരളത്തിൽ ജനത ചിന്തിക്കണം. നമ്മുടെ പാർട്ടിയല്ല, നമ്മുടെ പാർട്ടിക്ക് മാത്രമല്ല, അതിനേക്കാളും അതിരൂക്ഷമായ വിമർശനവും എതിർപ്പുകളും ആ പാർട്ടിയിൽ തന്നെ ഉണ്ട്, പ്രവർത്തകന്മാർ തമ്മിലുണ്ട്. നമ്മൾ എന്തിനാ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്നു എന്നുള്ള ഒരു തോന്നലും ചിന്തയുമാണ് അവർ മനസ്സിലുള്ളത്. ആ നിലയിൽ ഈ പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുകയാണ്. അവർ തമ്മിൽ തന്നെയാണ് അഭിപ്രായങ്ങളെ സംബന്ധിച്ച് CPI തമ്മിൽ. ആ നിലയിലാണ് ഇന്ന് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഒരു സമൂഹത്തിന് യാതൊരു നിലയില്ലാതെ, ഒരു സമൂഹത്തിനില്ലാതെ. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. DCC പ്രസിഡന്റ് CP മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, ജോണി കുളമ്പള്ളി, ജോസ് മുത്തനാട്ട, ജോണി ചീരാങ്കുന്നിൽ, MD അർജുനൻ, ജോസ് ആനക്കലിൽ തുടങ്ങിയവർ സംസാരിച്ചു. CPM പള്ളിവാസൽ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം അടിമാലി വട്ടയാർ 12 ഏക്കറിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഒരു ലോക്കൽ കമ്മിറ്റി മേഖലയിൽ ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുകയെന്നത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലെ തീരുമാനമായിരുന്നു. ഇതിൻ പ്രകാരമാണ് CPM പള്ളിവാസൽ ലോക്കൽ കമ്മിറ്റി അടിമാലി കല്ലാർ വട്ടയാർ 12 ഏക്കറിൽ സ്നേഹവീട് ഒരുക്കിയത്. പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയായിരുന്നു വീട് നിർമ്മാണത്തിനുള്ള തുക കണ്ടെത്തിയത്. നിർമ്മാണം പൂർത്തീകരിച്ച് വീടിന്റെ താക്കോൽദാനം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ കേരളത്തിലെ പാർട്ടിയോട് ആദ്യമായി മുന്നോട്ട് വെച്ച ഒരാശയമാണ് കേരളത്തിൽ 1000-2000 വീടുകൾ നിർമ്മിക്കുക എന്നുള്ളത്. ഒരു തീരുമാനമെടുക്കാൻ കാര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ ഭൂരഹിത ഭവനരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി വീടുകൾ നിർമ്മിക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും സാമുദായിക സംഘടനകളും സാമൂഹിക സംഘടനയെല്ലാം ഒരു വലിയ വികസന മുന്നേറ്റമായി ഇത് മാറ്റുക എന്നത് ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യം നിറവേറ്റാൻ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഈ വീട് കൂടിയാവുമ്പോൾ 52 വീടുകളായി മാറുകയാണ്. 50-ലധികം വീടുകൾ ഇതിനോടകം CPM ജില്ലയിൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. 12 ഏക്കറിൽ നടന്ന താക്കോൽദാന ചടങ്ങിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ, KV ശശി, ചാണ്ടി P അലക്സാണ്ടർ, VG പ്രതീഷ് കുമാർ, PB പങ്കജാക്ഷൻ, KS മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. രക്താർബുദം ബാധിച്ച സഹപാഠിക്ക് ചികിത്സ ധനസമാഹരണം നടത്തി വിദ്യാർത്ഥികൾ. വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റിൽ താമസിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി ആകാശാണ് ചികിത്സയിൽ കഴിയുന്നത്. വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റിൽ താമസിക്കുന്ന അർബുദകുമാർ എലിസബത്ത് ദമ്പതികളുടെ മൂത്ത മകനാണ് ആകാശ്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ജന്മനാ കണ്ണിന് കാഴ്ചശക്തി കുറവുള്ള ആകാശിന് കഴിഞ്ഞ മാസം നടത്തിയ പരിശോധനയിലാണ് രക്താർബുദം സ്ഥിരീകരിച്ചത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ചികിത്സ വേണമെന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ചതോടെ നിർധന കുടുംബത്തിന് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ സാധിക്കാതെ വന്നു. ഈ സാഹചര്യത്തിലാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗവും ഡ്രീംസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും നേതൃത്വത്തിൽ സഹപാഠികളായ വിദ്യാർത്ഥികൾ ചികിത്സാ ധനസമാഹരണം നടത്തുന്നത്. തങ്ങളുടെ സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പണം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് സുഹൃത്തുക്കളുടെ വിശ്വാസം. ഒപ്പം സുമനസുകളുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. അങ്കണവാടി കുരുന്നുകൾക്കായി ഓണസമ്മാനം ഒരുക്കി കാഞ്ചാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൈമറി വിഭാഗം അധ്യാപികയായ ലിൻസി ജോർജ്. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ വിഭവ വകുപ്പ് മന്ത്രി ഋഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മുരിക്കാട്ടുകുടി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെയും PTA-യുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണപ്പെട്ടി എന്ന പേരിൽ അങ്കണവാടി കുട്ടികൾക്കായി ഓണസമ്മാനം അധ്യാപികയായ ലിൻസി ജോർജ് ഒരുക്കിയത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ 12ഓളം അങ്കണവാടികളിലെ 100ഓളം കുരുന്നുകൾക്കാണ് ഓണസമ്മാനം നൽകിയത്. മുരിക്കാട്ടുകുടി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പുതിയ സ്കൂൾ ബസ് അനുവദിച്ചതായി പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി ഋഷി അഗസ്റ്റിൻ പറഞ്ഞു. മുരിക്കാട്ടുകുടി ഹയർ സെക്കൻഡറി സ്കൂളിന്
ഒരു പുതിയ ബസ്സും കൂടി അനുവദിച്ചു തരുന്നു എന്ന വിവരം ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കട്ടെ. ഇതോടൊപ്പം പറഞ്ഞത് ഈ കുഴൽക്കിണറടിച്ച് നിൽക്കണം, അതിൻ്റെ ആവശ്യം ഉണ്ടാകും തോന്നുന്നില്ല. എല്ലാ വീട്ടിലും വെള്ളം എത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണ് രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് നമുക്ക് ആ ജലജീവൻ മിഷൻ പദ്ധതിയിൽ നമ്മൾ ഡാമിൽ നിന്ന് വെള്ളം എടുത്ത് വിതരണം ചെയ്യുക. എല്ലാ വീട്ടിലും ശുദ്ധജലം 715 കോടി രൂപയാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ചെലവഴിക്കപ്പെടുന്നത്. 715 കോടി രൂപ. ഈ വരുന്ന ഒരു വർഷക്കാലത്തിനകം എല്ലാ വീട്ടിലും നമുക്ക് മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത ട്രീറ്റ് ചെയ്ത വെള്ളമാണ്. നമുക്ക് ഒന്നും ഭയപ്പെടേണ്ടതായിട്ടില്ല. ഏത് കാലാവസ്ഥയിലും നല്ല ശുദ്ധജലം ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതിൻ്റെ പരിശോധനയും കൂടി നോക്കിയിട്ട് അത് ലഭ്യമാകാൻ കഴിയുന്നില്ലാത്ത ഇടമാണ് അവിടെ വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറെ കൂടി പരിഗണന കൊടുത്തു പോകാനായിട്ട് കഴിയും. പീരുമേട് MLA വാഴൂർ സോമൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട, ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ, PTA പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി, വൈസ് പ്രസിഡന്റ് ജെയ്മോൻ കോഴിമല, സ്കൂൾ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ, HM ഇൻചാർജ് ഷിനു മാനുവൽ, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ലിൻസി ജോർജ് എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ കോവിൽമലയിൽ പീരുമേട് ഏലപ്പാറ ഹൈറേഞ്ച് മർച്ചന്റ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. പ്രശസ്ത സിനിമാ സീരിയൽ താരം P. ജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോവിൽമലയിലെ ആദിവാസി വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് പീരുമേട് ഏലപ്പാറ ഹൈറേഞ്ച് മർച്ചന്റ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ ഓണസമ്മാനമായി നൽകിയത്. ഇതോടൊപ്പം HMDSന്റെ പ്രവർത്തന ഉദ്ഘാടനവും കോവിൽമല കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു. നല്ല കാലാവസ്ഥയും ജീവിക്കാൻ നല്ല ചുറ്റുപാടും ജീവിതശൈലിയോട് ഏറെ ഇണങ്ങുന്നതും നല്ല ശുദ്ധവായു ലഭിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത സിനിമാ സീരിയൽ താരം P. ജയകുമാർ പറഞ്ഞു. ഞാൻ മറ്റു പല ജില്ലകളിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിലും ശുദ്ധമായ വായു, മറ്റു കാര്യങ്ങൾ, വെള്ളം, ഇതൊക്കെ കിട്ടാനും ഇവിടുത്തെ തണുപ്പും. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല ഇടുക്കി ജില്ല തന്നെയാണ്. കുന്നിക്കുരുവിനു ചന്ദനം ചാർത്തിയ മഞ്ഞൾ കൃഷിക്കാര, കുന്നിക്കുരുവിനു ചന്ദനം ചാർത്തിയ മഞ്ഞൾ കൃഷിക്കാര, നിന്റെ പിഞ്ഞാണിപ്പാത്രത്തിൽ കഞ്ഞി കുടിക്കുവാൻ പഞ്ഞി കടം തരുമോ, ഒരു കൊട്ട മുഞ്ഞ കടം തരുമോ, തിങ്കൾക്കലമാനെ തണ്ണിയടിക്കുവാൻ വിണ്ണിന്റെ ടച്ചിങ്സ് ഉണ്ടോ, പൂഞ്ഞാറ്റിൽ നിന്നുള്ള പൂവാലിക്കോഴിക്ക് മേൽമീശയേറെ ഉണ്ടോ, ഒരു കെട്ട് മീശ കടം തരുമോ, ഒരു കെട്ട് ബീഡി കടം തരുമോ. പലതും മനസ്സിലായോ? ചടങ്ങിൽ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ മുഖ്യ അതിഥിയായിരുന്നു. തുടർന്ന് ഭക്ഷ്യധാന്യ കിറ്റുകളുടെ വിതരണം നടന്നു. പരിപാടിയിൽ HMDS പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KN രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി ബിജു P. ചാക്കോ, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദൻ VR, K. ചന്ദ്ര സലീം തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ് അസോസിയേഷൻകാരും എല്ലാവരും എന്നെ ഇതിനകത്ത് പരിഗണിച്ചതിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരും ഓണ ആശംസകളും നേരുന്നു. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ മറ്റേ വയനാടിന്റെ ദുരന്തമൊക്കെ വന്നെങ്കിൽ പോലും നമ്മൾ ചെറിയ തോതിൽ ഓണാഘോഷം നടത്താൻ ഞാൻ പറയുന്നു. നമ്മൾ ഓണാഘോഷം നടത്തണം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ട് തൂഞ്ഞാലി കെട്ടി നമ്മൾ അയൽവക്കത്തുള്ള കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ കൂടിയാണ് ഓണാഘോഷം നടത്തുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ എവിടെയെങ്കിലും ഇറക്കി വിടുവോ? വിടില്ല. അപ്പൊ നമ്മൾ കാരണവന്മാർ ഇങ്ങനെയുള്ള ഓരോരോ സംഘടനകൾ കൂടി ഓരോ മീറ്റിങ്ങുകൾ കൂടി അവരെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അവർക്ക് നമ്മളാകണം ഒരു തണലായി. അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ഓണ സന്ദേശം നൽകി. PK മാണി, KP ഹസൻ, സാജൻ ജോർജ്, ജോഷി കുട്ടട, സിജോമോൻ ജോസ്, റോസമ്മ മൈക്കിൾ, അജിത് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ് ടൗണിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു.
കട്ടപ്പന നഗരസഭാ പരിധിയിലുള്ള നിർധനരായവർക്കാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ടൗണിന്റെ നേതൃത്വത്തിൽ കരുതലിന്റെ സ്നേഹസ്വാന്തനമായി ഓണക്കിറ്റുകൾ എത്തിച്ചു നൽകിയത്. 2000 രൂപ വില വരുന്ന അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളാണ് 50 കുടുംബങ്ങൾക്ക് നൽകുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ നിർവഹിച്ചു. ഈ ഓണനിറവിൽ ഒരു സ്നേഹസ്പർശം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കട്ടപ്പനയും പരിസര പ്രദേശത്തിലും ഏറ്റവും അത്യാവശ്യമായ അല്ലെങ്കിൽ ശരിക്കും അർഹതപ്പെട്ട അതുമല്ലെങ്കിൽ കിടക്കയിൽ വർഷങ്ങളോളം കിടന്നുകൊണ്ടിരിക്കുന്ന കിടക്ക രോഗികളായിട്ടുള്ളവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി ഈ ഒരു ഓണക്കിറ്റ് വിതരണം ചെയ്യുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം, റോട്ടറി ക്ലബ്ബ് കട്ടപ്പന അപ്ടൗണിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ്. സെക്രട്ടറി പ്രദീപ് എസ് മണി, രാജേഷ് നാരായണൻ, അഭിലാഷ് AS എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ബസ് മുത്തശ്ശന് രാജകീയ റീഎൻട്രി നൽകി വിദ്യാർത്ഥികൾ. രാജകുമാരി MGM ITIയിലെ വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെഴ്സിഡസ് ബെൻസ് ബസ്സിന് പുതുജീവനേകിയത്. ഒരു കാലത്ത് കേരളത്തിന്റെ നിരത്തുകളെ കീഴടക്കിയിരുന്ന ബസ്സായിരുന്നു ഇത്. രാജകുമാരി MGM ITIയുടെ ഗ്യാരേജിൽ വിശ്രമിക്കുന്ന ബസ് മുത്തശ്ശനെ ആരും ഒന്ന് നോക്കി നിന്നു പോകും. പഴമയുടെ പ്രൗഢിയിൽ തല ഉയർത്തി നിൽക്കുന്ന വാഹനം. ടാറ്റയും മെഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് 1962 തിരുവനന്തപുരത്തിന്റെ നിരത്തുകളിൽ ഓട്ടം ആരംഭിച്ചത്. 1965 KSRTCയുടെ ഭാഗമായി. KLX 604 എന്ന നമ്പറിൽ കേരളത്തിലുടനീളം സർവീസ് നടത്തി. 1978 രാജകുമാരി ITI ബസ് സ്വന്തമാക്കിയത്. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം നവീകരിക്കുകയായിരുന്നു. സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് താഴേന്ന് ലോറി വലിച്ച് കെട്ടിവലിച്ച് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ആദ്യമേ ഞങ്ങൾ ഷെഡ് പടുത്തു. ഞങ്ങളെല്ലാവരും കൂടി ഷെഡ് പണിത് കഴിഞ്ഞിട്ട് വണ്ടി അകത്തേക്ക് കയറ്റി ഒരു ലെവലാക്കി സെറ്റാക്കിയിട്ട് പിന്നെ പാച്ച് വർക്കൊക്കെ ചെയ്ത് പെയിൻ്റ് അടിക്കുമായിരുന്നു. പിന്നെ സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് പെയിൻറ്റും സാധനങ്ങളെല്ലാം മേടിച്ചു. ഞങ്ങൾ 4-5 പേരെല്ലാം കൂടി സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്ത് ആക്കിയെടുത്തു. പണിത് ഇറക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് ഇവര്. ബാക്കി RTOയുടെ സംഭവമൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. 1 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് ബസ് നവീകരിച്ചത്. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ് വീണ്ടും നവീകരിക്കാനായി. ഇനി വരും തലമുറയ്ക്ക് പഴയകാല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി ഈ ബസ് ഇതുപോലെ പണി കഴിപ്പിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. തീർച്ചയായും അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിച്ചത് നമ്മുടെ പള്ളി കമ്മിറ്റിക്കാർ തന്നെയാണ്. അവര് കമ്മിറ്റിയിൽ ഇതിനെപ്പറ്റി ആലോചന വയ്ക്കുകയും അവര് എല്ലാവരും കൂടി തീരുമാനം എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ബസ് ഈ നിലയിലെത്താൻ സഹായിച്ചത്. ബെൻസ് മെയ്ഡ് ചെയ്തിട്ട് ഇവിടെ ടാറ്റ കൊണ്ടുപോയി അസംബിൾ ചെയ്ത വണ്ടിയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. 78 അവിടെ KSRTC നിലവിൽ വന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. KSRTC നിലവിൽ വന്നതിന് ശേഷം അത് KLT ആയിട്ട് KSRTCയിൽ പോവുകയും പിന്നെ KLX ആയിട്ട് രജിസ്റ്റർ ചെയ്യും. 78 MGITയിലേക്ക് വരുന്നത്. 78 വന്ന ശേഷം അത് ഇടുക്കിയിൽ KLA ആയിട്ട് രജിസ്റ്റർ ചെയ്തു. പാർട്സിൻ്റെ ഒരു ലഭ്യത കുറവായിട്ടാണ് വണ്ടി ഇങ്ങനെ നിന്നുപോയത്. ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയൊക്കെ ഒരു താല്പര്യപ്രകാരവും പിള്ളേരുടെയൊക്കെ ഒരു താല്പര്യപ്രകാരമാണ്, ട്രെയിനീസിൻ്റെ താല്പര്യപ്രകാരമാണ് വണ്ടീനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളൊരു അതിനെ നശിച്ചു പോകാത്ത രീതിയിൽ ഇങ്ങനെ ഷെഡെല്ലാം ഉണ്ടാക്കി സംരക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത്. കേരളത്തിന്റെ പഴയ പടക്കുതിരിയെ കാണാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട്. റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ് മുത്തശ്ശൻ. ഇത്രയും പഴയൊരു ബസ് നമ്മുടെ കാരണവന്മാർ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം,
നമുക്കൊക്കെ മുമ്പേ ജീവിച്ചു പോയവർ യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. കുട്ടികളുടെ പഠനാവശ്യത്തിനൊപ്പം പൊതുജനങ്ങൾക്ക് പഴയ മോഡൽ ബസ് കാണാൻ അവസരവും ഒരുക്കിയിരിക്കുകയാണ് MGM ITI അധികൃതർ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ കാർഡമം ഓൺലൈൻ ഓപ്ഷൻ ഏലക്ക ലേല വിവരം. ആകലോട്ട് 220, വിൽപ്പനയ്ക്ക് വന്നത് 53,628, വിൽപ്പന നടന്നത് 49,745, കൂടിയ വില 2,799, ശരാശരി വില 2,152. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 655 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,700. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 6,677 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചൊക്രമുടി ഉൾപ്പെടെയുള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് CPIക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ. റവന്യൂ മന്ത്രിക്കെതിരെയുള്ള ആരോപണം അദ്ദേഹത്തിന്റെ 7 അയലത്തെത്തില്ല. ചൊക്രമുടിയിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഇരട്ടത്താപ്പാണ് കാണിക്കുന്നതെന്നും KK ശിവരാമൻ. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലയിലെ ഉൾനാടുകളിൽ നിന്ന് പ്രധാന റോഡുകളിലേക്ക് ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഗതാഗത സൗകര്യം ഉറപ്പാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കി താലൂക്ക് ഓണം ഫെയറിന് കട്ടപ്പന പീപ്പിൾസ് ബസാറിൽ തുടക്കമായി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലം സന്ദർശിച്ചു. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായിട്ടാണ് ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് മന്ത്രി. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്തംഭനം എന്ന പ്രതിപക്ഷ ആരോപണം തള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ഭരണസമിതിയെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പഞ്ചായത്തിൽ ഭരണസ്തംഭനമുണ്ടെന്ന് മനഃപൂർവ്വം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് UDF അംഗങ്ങൾ നടത്തുന്നതെന്നും ആരോപണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.